പ്ലസ് വൺ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ് എത്ര തരം അഡ്മിഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര തരം കോട്ടകൾ ഉണ്ട് എന്ന് പറയുന്നത്. ഒന്ന് മെറിറ്റ് കോട്ടയാണ്. മെറിറ്റ് കോട്ടയിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ, അതായത് ഓൺലൈനായി ഓപ്ഷൻസ് ഒക്കെ നിരത്തി നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ് മെറിറ്റ് കോട്ട. ഇതിൽ നമുക്ക് കേരളത്തിലെ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്കൂളുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ മെറിറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്, അതായത് സിംഗിൾ വിൻഡോ അപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അത് എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ട നിലവിലുള്ളത്. ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ അണ്ടറിലാണെങ്കിൽ അവിടെ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി ഒരു ഇത്ര ശതമാനം സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിന് ആ സ്കൂളുകളിൽ നേരിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. നേരിട്ട് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിലാണ് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. മെറിറ്റും കമ്മ്യൂണിറ്റി കോട്ടയും രണ്ടാണ്. ഇനി മറ്റൊന്നാണ് മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത്. മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി എയ്ഡഡ് സ്കൂളുകളിലല്ല, മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളുകളിലാണ് ഉണ്ടാവുക. എയ്ഡഡ് സ്കൂളുകളിൽ അപ്ലൈ ചെയ്യാൻ, മാനേജ്മെന്റ് വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളുകളിൽ നിന്നും മാനേജ്മെന്റ് അപ്ലിക്കേഷൻ ക്ഷണിക്കും. ഡയറക്റ്റ് ആ സ്കൂളുകളിൽ പോകുന്നു, നിങ്ങൾ മാനേജ്മെന്റ് കോട്ട അഡ്മിഷന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അവർ പറയുന്ന ചിലപ്പം ഒരു ഡൊണേഷൻ ഫീ കൊടുക്കേണ്ടി വരും. ആ ഡൊണേഷൻ ഫീ നിങ്ങൾ അപ്ലൈ കൊടുക്കണം. ഇനി മറ്റൊന്നാണ് സ്പോർട്സ് കോട്ട. സ്പോർട്സിൽ സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ ലെവലിലൊക്കെ നല്ല പെർഫോമൻസ് കൊടുത്ത വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്കൂളുകളിൽ ഓൺലൈൻ വഴി, അതായത് മൊത്തം നമുക്ക് ജില്ലയിലെ പല സ്കൂളുകളിലും സ്പോർട്സ് സീറ്റുകൾ ഉണ്ടാവും. ആ സ്പോർട്സ് സീറ്റിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളും ഇല്ല. മെറിറ്റ് പോലെ തന്നെ സ്പോർട്സിൽ മെറിറ്റ് കാണിച്ച വിദ്യാർത്ഥികൾക്ക് ഉള്ളതാണ് സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത്.